ഗുഡ് മോർണിംഗ്. അപ്പം അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇവിടെ ഒരു പൂ വിളിച്ച് കണ്ടോ, ഈ നിൽക്കണ ഒരു പൂ. സൂമാവത്തില്ല, ക്ലിയർ ആവത്തില്ല. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമുക്കിവിടെ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടെന്ന്. ആണല്ലേ? ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒന്നും കഴിക്കാനില്ലാണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ മിറാക്കിൾ ഫ്രൂട്ട് കുറച്ച് കഴിച്ചിട്ട് പുളിയൊക്കെ എടുത്ത് കഴിക്കും. എന്ത് മധുരമെന്നറിയോ, കിഡിലുവാ. അതിൻ്റെ സ്ഥിരം പരിപാടിയായത്. അതെ, നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ വെണ്ടയ്ക്ക. നമുക്കിവിടെ എന്തായാലും നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് എല്ലാം മുരടിച്ചങ്ങ് പോവുക, പുഴു വന്നിട്ടേ. പക്ഷെ ഞാൻ ഈ സൈഡിലായിട്ട് വെച്ചേക്കുന്നതൊക്കെ കുറച്ച് നല്ലതായിട്ടായിരിക്കും. ഞാൻ ഇഞ്ചിയൊക്കെ കണ്ടോ നീ, കണ്ടോ പൊട്ടി കളിച്ച് തുടങ്ങിയെന്ന് കണ്ടോ, ഇഞ്ചിയൊക്കെ പൊട്ടി കളിക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ കുരുമുളക്. അതായത് നമുക്കിവിടെ കുറേ കുരുമുളകുണ്ട്. അതിനകത്ത് നമ്മൾ പറിച്ച് വെച്ചിട്ട് അതിപ്പം ഇലയൊക്കെ വന്നിരിക്കുക, തൈയാക്കി വെച്ചേക്കുക. ഇനി നമ്മളിനി വീണ്ടും അതിനെ മരത്തിൽ പിടിപ്പിക്കണം. ഇത് നമ്മുടെ കിണറാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് പായലൊക്കെ പിടിച്ച് കിടക്കും. ഇനി മഴയൊന്ന് കുറഞ്ഞിട്ട് വേണം ഇവിടെ ഫുള്ളിന് വൃത്തിയാക്കി എടുക്കാം. ഇത് നമ്മുടെ കുഞ്ഞ് കറിവേപ്പില. നമ്മുടെ വീട്ടിൽ ആകെപ്പാടെ കിളിക്കാത്തൊരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. അതാ, ഇപ്രാവശ്യം നമ്മൾ അതിന് നല്ല രീതിക്ക് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ചാണകപ്പൊടി അത് ഇതൊക്കെ ഇട്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ഇച്ചിരി കിളിച്ച് വരുന്നുണ്ട്, മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ മഞ്ഞൾ കൃഷി. ഇതിന്റെ ചീര ഇത് ഞാൻ നട്ട കേട്ടോ. ഈ ഇല പോയാലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും പൊട്ടിക്കളിക്കാം. ഇവിടെ വലിയൊരു കോമഡിയാണ്. ഇതുപോലൊരു തെങ്ങ് ഇവിടെ ഉണ്ടായിരുന്നേ, ഒന്നും പറയണ്ട. ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തെങ്ങ് ചെറുതായിട്ടൊന്ന് ചാഞ്ഞു വീണു. വന്ന് നോക്കുമ്പോഴത്തേക്കും മറ്റേ ചെല്ലി ഉണ്ടല്ലോ, കുണ്ടളപ്പുഴുവൊക്കെ ആയിട്ട്. തടി കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല. ഇത് ഞാൻ അത് അങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നതിനെ കൊണ്ട് വീടിൻ്റെ അങ്ങോട്ടൊന്നും മറിയണ്ട, ഇതിൻ്റെ മണ്ടയിലോട്ടൊന്നും വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ പിടിച്ച് തള്ളിയിട്ട് അങ്ങോട്ട് തള്ളിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് അടിയിലും അതിൻ്റെ തടിയുടെ അകത്ത് മൊത്തം ദ്വാരം ഭയങ്കര വലിയൊരു ഹോള്. അതിനകത്ത് മൊത്തം തിന്നിട്ട് മറ്റേ ചകിരിച്ചോറ് പോലെ ഇങ്ങനെ നടക്കും. അതാ, കുണ്ടളപ്പുഴുവും ഭയങ്കര സീനായിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തെങ്ങുകളുണ്ടെന്നുണ്ടെങ്കിൽ നോക്കണം കേട്ടോ. ചെല്ലിയുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഉണ്ടമുളക്, ഇത് നമുക്ക് മണമുള്ള ഉണ്ടമുളക് കേട്ടോ. പക്ഷെ ഇതിപ്പോൾ കിളിച്ച് വരുന്നുണ്ട് നല്ലതായിട്ട്. ഇങ്ങനെ ചിലതൊക്കെ നമുക്ക് നല്ലതായിട്ട് കിളിച്ച് വരുന്നുണ്ട്, ചിലത് മാത്രമേ ഉള്ളൂ. ചാക്കിനകത്തും ഗ്രോ ബാഗിനകത്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിക്കൃഷിയായിരുന്നു. പക്ഷേ ഇവിടെ ഇത് ഇത്രയും സ്ഥലത്ത് ഉള്ളിക്കൃഷിയായിരുന്നു. പക്ഷെ ഒരു കിളിച്ച് വന്ന് നല്ലതായിട്ട് മഴ വന്നപ്പോഴത്തേക്കും അഴുകിപ്പോയി. ഇതൊക്കെ നമ്മുടെ വെണ്ടയാണ് കേട്ടോ. ഇതിലൊക്കെ കായ്ക്കാറുണ്ട്. 1-2 ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സാമ്പാറിലൊക്കെ ഇടാനുള്ള വെണ്ടയ്ക്കൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും ഇച്ചിരി നല്ലതായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയത് തന്നെ മഴയത്തായിരുന്നു. അതെ, ഇതാണ് നമ്മുടെ മറ്റേ മൈസൂർ ചീര പിന്നെ എന്ന് പറയുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെ, ഈ ചീര നമ്മൾ പറിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പം വീണ്ടും ഇങ്ങനെ ഇതുപോലെ നല്ല തളർത്ത് പൊട്ടിക്കിളിച്ച് വരും. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മീൻകുളം. പക്ഷേ അത് മൊത്തം എന്താണ് നികത്താനുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മണ്ണെടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം എലി തുറന്ന് വെച്ചേക്കുക, ഫുള്ള് നമുക്ക് അതാ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ തൽക്കാലം വേസ്റ്റും കാര്യങ്ങളെല്ലാം, വേസ്റ്റല്ല കുറേ സാധനങ്ങളുണ്ടല്ലോ വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടിടും. ഇതൊക്കെയാണ് നമ്മുടെ തന്നെ നമ്മുടെ എലിയും പണിയുന്നുണ്ട്. അവിടെ നിന്ന് മണ്ണെല്ലാം എടുത്ത് ഇവിടെ കൊണ്ടിടുന്നുണ്ട്. അതാ, അങ്ങനെ ഉപകാരം എന്തോലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ കിടക്കട്ടെന്ന് വരും. ഇവിടെ പിന്നെ നമ്മുടെ വാപ്പിച്ച് പണ്ടേ വെച്ച് പിടിപ്പിച്ച കുറേ കുരുമുളകുകളുണ്ട്. മറ്റേ എന്താണ് വേറെ ഏതൊരു തൈയുടെ പേരൊക്കെ പറയുമല്ലോടാ, ഞാൻ പറയുന്നത് എപ്പോഴും കരിമുണ്ട അങ്ങനെയൊക്കെ പറയുന്നത്. നല്ല കായ്ക്കുന്ന ഒരുപാട് കുരുമുളകുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കോവയ്ക്ക ഉണ്ട് ഇടാ, നമ്മൾ പരീക്ഷിച്ചേ. അതെ, എല്ലാം ഇതാണ് പോയി. കാറ്റ് ഇടയ്ക്ക് വെച്ച് നമുക്കൊരു വലിയ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് ഇതിൻ്റെ മണ്ട എല്ലാം ഒടിച്ചു. ഇനിയിപ്പോൾ അത് കിളിച്ച് വരുന്നുണ്ട്. നോക്കട്ടെ.
നല്ല നല്ല കമ്പായിരുന്നു. എന്നിട്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമ്മുടെ വസ്തുവായിരുന്നു കേട്ടോ. നമ്മളിടയ്ക്ക് കൊടുത്തപ്പോഴത്തേക്കും പിന്നെ അത് ഇതായിപ്പോയി. ഇതിന്റെ കാര്യം പറ. ഈ ഇത്രയും തേക്കുകൾ അതെ, നമുക്കിവിടെ തേക്കും തോട്ടം വരെ ഉണ്ട്, അറിയോ? നമ്മളുണ്ട് ഈ തേക്കുകളുണ്ട്. ഇത് മൊത്തം നമുക്ക് തേക്കുകളാണ്. തേക്കുകൾ ഇതെങ്ങനെയാ വന്നതെന്ന് അറിയാമോ? അപ്പുറത്തെ അങ്ങേറ്റ് ചെയ്യുന്ന ഒരു തേക്കുണ്ടായിരുന്നു, വലിയ തേക്ക്. അത് മുറിച്ച് ഇട്ടത് ഇങ്ങോട്ടാ വന്ന് വീണപ്പോഴത്തേക്ക് കുറേ ഇതിന്റെ വിത്തുകളെല്ലാം കൂടെ ഇവിടെ വന്നു. വിത്തല്ലായിരുന്നടാ, കമ്പുകളല്ല, വിത്തുകൾ വന്ന് വീണ്. തേക്കിന് വിത്തുണ്ടോ? തേക്കിന് ഉണ്ട, ഇത്രയുള്ള ഒരു ഉണ്ട വിത്തുണ്ട്, ഗോലി കണക്ക് ആണോ? പക്ഷെ ഞാൻ കണ്ടത് കമ്പാണെന്നാ വിചാരിച്ചേ. വിളിച്ചതാണ് തയ്യലായിട്ട് നിന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വെട്ടിക്കളഞ്ഞില്ല. എന്നാ അവിടെ നിൽക്കട്ട്, വലുതാകുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിർത്തിയിരുന്നു. മിക്കവാറും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പം വലിയൊരു തേക്ക് മരമാവും തോന്നുന്നുണ്ട്. അല്ല, ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതൊക്കെ ഇനി മറ്റേ വളഞ്ഞതും അങ്ങനെയൊക്കെ ഉള്ള. ഇത് നമ്മുടെ പൈനാപ്പിൾ തോട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ നമുക്കിവിടെ പാമ്പും ഇങ്ങനെ എന്തുവാ എലിയൊക്കെ ഉള്ള കാരണം നമ്മൾ അവിടെ നിന്നൊക്കെ മാറ്റിയിട്ട് ഈ ഒരു സ്ഥലത്തോട്ട് മാത്രമാക്കി. കാരണം ഇവിടെ നല്ലതായിട്ട് കായ്ക്കുന്ന പൈനാപ്പിൾ കേട്ടോ, നല്ല മധുരമുള്ള. ഇനി കിളിക്കുമ്പോഴത്തേക്കും കാണിച്ചു തരാം. നല്ല മധുരമുണ്ട്, നല്ല വെയിറ്റും ഉണ്ട് സാധനമാണ്. ഇപ്പം ഇതിൻ്റെ പൂവിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് കായായി. ഇവിടുന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ, ഇവിടുന്ന് പൊട്ടി കളിക്കുന്നുണ്ട്. നമ്മൾ ഈ വെണ്ടയ്ക്കൊന്നും ഇതിന് മുന്നേ വെച്ചിട്ടില്ല. നമ്മൾ ഇപ്രാവശ്യമാണ് ശരിക്കും ഒന്ന്. ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് നമ്മുടെ കവുങ്ങ് കാണിക്കാൻ നിൽക്കേ. നമ്മുടെ പച്ചമുളക് കഴിഞ്ഞ പ്രാവശ്യം അതെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പച്ചമുളക് ഉണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഒരു നല്ല ഇതുണ്ടോ, ഇതൊക്കെ നല്ല ഇതിൽ കിളിച്ചു വന്ന ഒരു ഇതായിരുന്നു. 10-25 മൂട് അല്ലേ പച്ചമുളക് ഉണ്ടായിരുന്നു. നല്ലപോലെ കിളിച്ചു വന്നായിരുന്നു. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കായപ്പോഴത്തേക്ക് നമ്മളത് വിട്ട് കളഞ്ഞു. ഒടിച്ചു വിട്ടാൽ മതിയായിരുന്നു. നമ്മൾ വേറൊരു പക്ഷെ അതിനകത്ത് നല്ല പച്ചപ്പുണ്ടായിരുന്നു. ഈ തണ്ടിലൊക്കെ ഈ തണ്ട് ഇത്രയും പൊക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഒടിച്ചു കളഞ്ഞിട്ട് ഇത് ഒരെണ്ണം മാത്രം നിർത്തിയിരുന്നു നമ്മൾ, ഈ ഒരു ചാക്ക് മാത്രം. അവസാനം അത് പൊട്ടിയാണ്ട് ഇവിടെ നിന്നെല്ലാം പൊട്ടിക്കിളിച്ചിട്ട് ഇപ്പോൾ കായ്ച്ചപ്പോഴാണ് നമുക്ക് വിഷമമായിപ്പോയത്. അത് നിർത്തിയിരുന്നാൽ മതി എന്ന് അപ്പോഴും തോന്നി. പക്ഷേ ഇതിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം. എല്ലാം പോയി. ഇത് നമ്മുടെ കൃഷിത്തോട്ടമാണ്. എല്ലാം ഫ്ലോപ്പായി പോയി എന്ന് പറയാം. പക്ഷേ മഴയത്തായി പോയി. ഇതുണ്ടോ പയറ്, പാവല്, അതുപോലെ കുക്കുംബർ നമ്മൾ ഒരുമിച്ച് നട്ടു. നല്ല പാവലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇനി കവറിട്ട് കൊടുക്കണം കേട്ടോ. കവറിടാറായി. ഇത് പറയുന്നേക്ക് കുക്കുംബർ എല്ലാ സാധനവും കൂടി നമ്മൾ ഒരുമിച്ച് നട്ടു. അതായത് അടുത്തടുത്ത്. ഇപ്പം അത് കാണിച്ചു കൊടുത്താണ്. ഇപ്പം ഇതിനകത്ത് ഞാൻ ഇങ്ങനെയാണ് ഇപ്പം നട്ടേക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നടാൻ പാടില്ലായിരുന്നു. കണ്ടോ, ഇതിപ്പം പയർ, ഇതിനകത്ത് പയർ, അല്ല അതിനകത്ത് പയർ, ഇതിനകത്ത് പയർ, ഇതിലും പയർ, അതിനകത്ത് പയർ. അത് മറ്റേ കൂണാണ്, അത് പന്നൽ. അത് വേറെ സാധനം. അപ്പം പറഞ്ഞു തന്നത് അതാ കണ്ടോ പയറൊക്കെ നിൽക്കുന്നുണ്ട്. പയർ നിൽക്കുന്നുണ്ട്. 1 2 അത് വിളയുന്നതിന് മുമ്പേ അങ്ങ് പറിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങോട്ട് മഴ വന്നപ്പം പുഴുവൊക്കെ അങ്ങ് എനിക്ക് തോന്നുന്നു മഴവെള്ളത്തിൽ തെറിച്ചു പോയി തോന്നുന്നു അല്ലേ? അല്ല, അതൊക്കെ വിരിഞ്ഞു പോയി കാണും, വിരിഞ്ഞ് പറന്നു പോയി കാണും. മറ്റേ ഇതിൻ്റെ ഇത് ഓരോ മറ്റേ ഇതിൻ്റെ ഇല്ല, എന്തോ ചിത്രശലഭത്തിൻ്റെയും അതിൻ്റെ എല്ലാം കൂടെ പ്യൂപ്പയും ഒക്കെ ഇല്ലേ. വേറെ 3-4 ഉണ്ടല്ലേ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ കുറേ എണ്ണം ഇത് മൊത്തം നമ്മൾ പയറ് വെച്ചിരുന്നെങ്കിൽ ഫുള്ള് നമുക്ക് പയറ് കിട്ടിയാണ്. നമ്മളാണെങ്കിൽ അറിയത്തില്ലായിരുന്നു നമുക്ക്. അത് ഒരെണ്ണം മാത്രമായിട്ട് ചെയ്യാനുള്ളതായിരുന്നു. നമുക്ക് കിട്ടാനിരിക്കുന്ന ഒരു പണിയുണ്ട്. അതുകൊണ്ട് ഈ ചാക്കുകളെല്ലാം വെച്ചേക്കുന്നുണ്ടോ അവിടെ. ഈ ചാക്കുകൾ ഇതെല്ലാം ഇരിക്കുന്നത് ഇവിടെ ഒരു ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഞണങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചക്ക ഇതിൻ്റെ മണ്ടയിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു മുതുക്ക് ചക്ക അതിൻ്റെ മണ്ടയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതായിക്കണണ്ട തടിമാട ചക്ക. ഈ സാധനം വന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പോവും.
ഈ സാധനങ്ങളെല്ലാം പോവും. എന്തരാവുന്നെന്തോ അത് പറിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുമെന്തോ. അതിൻ്റെ മൂട്ടിലോട്ട് വരാൻ തന്നെ പേടിയാണിപ്പം. ഇതുണ്ടോ നമ്മുടെ കുക്കുംബറിനകത്ത് മറ്റേ പഴയീച്ചയാണോ എന്തോ ഒരു എന്തൊരു ഈച്ച വന്നിരുന്ന് കുത്തുന്നത് നാടുണ്ടോ. ഈ സാധനത്തിൽ വന്നിരുന്ന് കുത്തും. അതിൽ ഫോക്കസും ഇല്ലേ. വന്ന് ആണ്ടേ കുക്കുംബർ. ഇതിനകത്ത് മൊത്തം നാണ്ട പുഴു കുത്തിപ്പോണം. എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. പുഴുവല്ല, മറ്റേ ഒരു ഈച്ച വന്നിരുന്ന് കുത്തുന്നത് കണ്ടോ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ അതേപോലെ കുറേ എണ്ണം വരുന്നുണ്ട്. കണ്ട് അതാണ്ട് ഇവിടെ എല്ലാം കുക്കുംബറിൻ്റെ സാധനങ്ങൾ വരുന്നുണ്ട്. അതെ, കുക്കുംബർ. ഇവിടെ ഒരു കുക്കുംബർ. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. എന്ത് ചെയ്ത്? കുക്കുംബർ. അതായത് ഇവിടെ ഒരു പാവൽ പഴുത്തു പോയി, പനലായി പോയി. കണ്ട, മഴ കാരണം എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കുക്കുംബർ. ഇതെല്ലാം വന്നില്ല, പഴയ ഈച്ച വന്നിട്ട് കുത്തിയെടുത്ത് പനലായി കളയും. എന്ത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. വന്നിരിക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇതാണ് കായ്ക്കളയും അവസാനം. അതാണ് അതാണ്ട് ഇവിടെ എല്ലാം ഉണ്ട്, കായുണ്ട്. പക്ഷേ ഇതാണ് ഈ ഒരു ഈച്ച വന്നിരുന്ന് എന്തോ പരിപാടി ഒപ്പിക്കുന്നതാണ്. കണ്ടോ ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയുള്ളൂ. പാവയ്ക്ക് ചെറുതാണെങ്കിൽ ഇത് മുറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ നല്ല രീതിയിൽ വന്നോണ്ടിരുന്നതാണ്, ആദ്യമേയൊക്കെ വന്നോണ്ടിരുന്നതാണ്. ഇതിപ്പം ഈ ഒരു മഴ സീസണും കൂടെ ആയതുകൊണ്ടായിരിക്കും. ഇതിനകത്തെല്ലാം വെണ്ട വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു. ഇതാണ് എൻ്റെ കവുങ്ങ് തോട്ടം. ഫുള്ള് കവുങ്ങ് ഇട്ടേക്കുക. ഇത് വളർന്നിട്ട് വേണം ഇതിനകത്ത് മറ്റേ കൊടി ഇടാനായിട്ട്. കൊടിയെന്ന് വെച്ചാൽ ഏതാ, കുരുമുളക് ഇടാൻ. പിന്നെ നമ്മൾ കണ്ട കുറേ ചോളം നട്ടിട്ടുണ്ട് ഇവിടെ. ചോളം എല്ലാം കിളിച്ച് വരുന്നുണ്ട്. കണ്ടോ ഇതെല്ലാം ചോളമാണ് ഈ കിളിച്ചിരിക്കുന്നത്. കണ്ടേ ഇതെല്ലാം ചോളങ്ങളാണേ. ഇവിടെ എല്ലാം ചോളം നട്ട് വെച്ചിട്ടുണ്ട്. സീസൺ ആണോന്ന് അറിയത്തില്ല, എന്നാലും നട്ട് എല്ലാം ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ കവുങ്ങുകളെല്ലാം നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. ഇവിടെ ഒരു നാടൻ മത്തനാട്ടോ. നമ്മുടെ എല്ലാം കണി വയ്ക്കുന്ന ഒരു മത്തനുണ്ടല്ലോ, ചെറുത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിത്തുകൾ കൊണ്ടുവന്ന് നമ്മൾ ഈ മതിലിൻ്റെ സൈഡിൽ കൊണ്ടിട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പം കിളിച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ഈ 2 എണ്ണം മാത്രമേ നല്ല രീതിയിൽ കിളിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ശോകമാണ്. ഇത് നമ്മുടെ കരിമ്പൻ തോട്ടം. നമ്മൾ കൊല്ലത്ത് പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് അവിടെ മറ്റേ ഈ ജ്യൂസ് അടിക്കുന്ന ബംഗാളികളുണ്ടല്ലോ, ബംഗാളി ചേട്ടന്മാർ. അപ്പോൾ അവർ അത് വെട്ടിയിട്ട് അതിൻ്റെ അറ്റമൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കിളിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ അവിടുന്ന് പുഴുതുകൊണ്ട് വന്നതാണ്. അതിൻ്റെ കമ്പോടെ കൊണ്ടുവന്ന് ഇവിടെ നട്ടു. ഇപ്പം കണ്ടോ ഇതെല്ലാം ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഒരു 10-12 മൂടുണ്ട് മൊത്തത്തിൽ. അതെല്ലാം കൂടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് കിളിക്കുമായിരിക്കും. ഇത് നമ്മുടെ പ്ലാവ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നല്ലേ, അതെ 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ ഒരു ചക്ക പ്ലാവ് അവിടുത്തെ. അപ്പോൾ അതിനേക്കാളും ഇരട്ടി ചക്ക നിൽക്കുന്ന നമ്മുടെ പ്ലാവ്. ഇത് കണ്ടോ, ഫുള്ള് ഇവിടെ എല്ലാം വീണ് കിടക്കുവാണേ. ഇതെല്ലാം ഇനി മണ്ണിട്ട് വെട്ടിക്കളയണം. ഏറ്റവും ചെറിയ കുഞ്ഞു ചക്കളല്ലേ, അരിമണി ഇട്ട് പോലെ ചക്ക, പിന്നെ ചക്കച്ചോളമാണ്. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് പറിച്ചെടുക്കാൻ പറ്റത്തില്ല, കുരുവും കൂടെ വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പശുവിന് കൊടുക്കാനേ കൊള്ളത്തുള്ളൂ. കണ്ടോ ഇത് കിളിക്കും. ഇത് നല്ല രീതിയിൽ കൊല കുത്തിയാണ് കായ്ക്കുന്ന ഒരു ചക്കയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഇവിടെയുള്ള ആൾക്കാരൊന്നും ഇപ്പം വന്നിട്ട് ചക്ക പറിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞു പ്രാവശ്യം മഴ ആയതുകൊണ്ട് നമുക്ക് പ്രാവശ്യം ഇങ്ങനെ നിർത്തണ്ടടാ. കള വരുമ്പോൾ മഴ ആയതുകൊണ്ട് ഇപ്പം പശുവിനിങ്ങനെ ഒരുപാട് കൊടുത്തുവിടല്ലോ, ദഹിക്കത്തില്ല തണുപ്പത്ത് ഈ ചക്ക കൊടുക്കുന്നത് എന്നാണ് പറയണത്. ആണോന്ന് അറിയത്തില്ല, ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും ഒരുപാട് പറിക്കാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യമൊക്കെ ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ അവരെല്ലാം കൂടെ പറിച്ചുകൊണ്ട് പോയി അല്ലേ. അപ്പുറത്തെ ആൻറ്റി ഇതൊരു ഉണങ്ങിയിരിക്കുന്നുണ്ടല്ലോ അത്
കമ്പ് ഒന്ന് തൂങ്ങി കിടക്കുന്നുണ്ടാണ്ട് അനിയിപ്പോൾ എടുക്കാൻ തലയിൽ വീഴുമെന്ന്. പിന്നെ ഇവിടെ വേറെന്തോ കാണിക്കാനുള്ള ഇത് നമ്മുടെ തെങ്ങ്. ഇതിൻ്റെ മൂടൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇവിടെ മൊത്തം കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി കുഴിയൊക്കെ വൃത്തിയാക്കി ഇടണം. എല്ലാം മറ്റേത് കണക്ക് മൊത്തം പോവും. നമുക്കൊരുപാട് ഈ എന്താ ഇതിൻ്റെ പേര്, മുരിങ്ങയല്ല, കുരുമുളക് നമുക്ക് കുറേ മൂടുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അത് പറിച്ചിങ്ങ് വയ്ക്കും. കണ്ട നല്ല അടിപൊളി തിരിയുള്ള നല്ല കുരുമുളകാണ്. ഇതൊക്കെ വാപ്പ വെച്ചിട്ട് റെഡിയാക്കി എടുത്തതല്ല. ഇപ്പം ഞാൻ വീണ്ടും അത് തറയിലോട്ട് പോകുന്ന വള്ളികളെല്ലാം പിടിച്ച് കെട്ടി സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ മഞ്ഞൾ കൃഷി കണ്ട. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറിച്ചെടുത്ത മഞ്ഞളെല്ലാം കൂടി എടുത്ത് നമ്മളിവിടെ കുഴിച്ച് വെച്ചതാണ്.